അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ഓരോ മുസൽമാന്റെയും ഏറ്റവും വലിയ ജിഹാദ് എന്തെന്നറിയോ? എന്താ ജിഹാദ്? ഏറ്റവും വലിയ ജിഹാദ് നല്ല മക്കളെ വാർത്തെടുക്കലും ഈ സമുദായത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കൾക്ക് ജന്മം നൽകലുമാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജിഹാദ്. നല്ല മക്കളെ സാലിഹാക്കുക എന്നുള്ളതാണ്, ഈമാന്റെ വക്താക്കളാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടില്ലേ, 15 മാസക്കാലം അമേരിക്കക്കാർ ഒരു ഇടവേളയും ഇല്ലാതെ ഫലസ്തീൻ ജനതയുടെ മുമ്പിലേക്ക് വെടിയുണ്ടകൾ പായിച്ചു, ബോംബുകൾ കൊണ്ടിട്ടു. നമുക്കിവിടെ ഒരു തലവേദന വരുമ്പോ 10 പ്രാവശ്യം പള്ളിയിൽ എഴുതി കൊടുക്കുകയാണ്. നോക്കൂ, ഫലസ്തീൻ ജനതയിലെ കൊച്ചുമക്കളുടെ ഇന്നലത്തെ കരച്ചിൽ വരുന്ന ചാനലിൽ വരുന്നില്ല, കരച്ചിൽ വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അവർ അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്, അപ്പോഴും അവര് സുബ്ഹാനല്ലാഹ് പറയുകയാണ്, തക്ബീർ മുഴക്കുകയാണ്. അവര് പറയുന്ന മുഅ്മിനീങ്ങൾക്കാണ് വിജയമെന്ന കരുത്തവർ പറയുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അവര് ജന്മം കൊണ്ട നാള് മുതൽ അവരുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നതും കടത്തിവിടുന്നതും ഈമാനികമായ തൗഹീദിന്റെ വചനങ്ങൾ മാത്രമാണ്, പോരാട്ട വീര്യത്തെ കുറിച്ച് മാത്രമാണ്. ഈമാനികമായി എന്ത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും തരണം ചെയ്യാനുള്ള കരുത്താണ് അവർ ആ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട് മക്കൾക്ക്? ഏത് ഈമാന്റെ വചനമാണ് നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക? ഏത് ഈമാന്റെ വചനമാണ്? ആ മക്കൾ നിങ്ങൾ കണ്ടില്ലേ, യഥാർത്ഥ തവക്കുലും യഥാർത്ഥ യഖീനും യഥാർത്ഥ സബ്റും ഉള്ളത് കൊണ്ടാണ് ഇന്ന് 15 മാസക്കാലം ഇടവേളയില്ലാതെ ക്രൂശിക്കപ്പെട്ടിട്ടും അവസാനം ഒന്നും ചെയ്യാൻ പറ്റാതെ തിരുവനന്തപുരം ജില്ലയുടെ പകുതി പോലും ഇല്ലാത്ത ഗസ എന്ന് പറയുന്ന ഭൂമിയിൽ ആ ഭൂമി പിടിച്ചെടുക്കാൻ ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കക്കാരനും ഇസ്രായേലി സമൂഹത്തിനും എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും ഈമാനിന്റെ മുമ്പിൽ അവർ ഓടി ഒളിക്കേണ്ട കഥയും ഓടി ഒളിക്കേണ്ട വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കണം, കയ്യില് ഇസ്രായേലി സമൂഹത്തെ അപേക്ഷിച്ചോളം 1% പോലും യുദ്ധ ഉപകരണങ്ങളില്ലാത്ത ഫലസ്തീൻ ജനത, ഗസയിലെ മക്കൾ 15 മാസക്കാലം അവർ പോരാടി, എന്നിട്ട് വിജയം കൈകൊള്ളാതെ അമേരിക്കക്കാരും ഇസ്രായേലും സമൂഹവും ഓടി ഒളിച്ചു എങ്കിൽ ആ മക്കളുടെ കരുത്തെന്താണ്? അവരുടെ മാതാപിതാക്കളാണ്. അവർ നൽകിയ ഈമാനികമായ ആവേശമാണ്. എത്രയോ സഹപാഠികൾ അവർ മരണപ്പെട്ടു, എത്രയോ മാതാപിതാക്കൾ സ്വന്തം മുമ്പിൽ കത്തിച്ചാമ്പലുകയാകുകയാണ്. എന്നിട്ട് പോലും അവർ പറയുന്നത് അല്ലാഹു അക്ബർ എന്ന വചനം മാത്രമാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് നന്മയുള്ള മക്കളെ വളർത്തിയെടുക്കലും അതേപോലെ തന്നെ നന്മയുള്ള മക്കൾക്ക് ജന്മം നൽകലുമാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നോക്കും, മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാനും അതുണ്ടോ? എവിടെ പോയാലും തീവ്രവാദികൾ. ഇപ്പൊ ഈ അടുത്ത സ്ഥലത്ത് നെയ്യാറ്റിൻകരയിൽ സമാധി, അവിടെയും മുസ്ലിം തീവ്രവാദികൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്ത് ഹിന്ദു സഹോദരനായ അയൽവാസി പരാതി കൊടുത്തതിന്റെ പേരിലാണ് ആക്ഷൻ എടുത്തതെങ്കിൽ പോലും മുസ്ലിമീങ്ങൾക്ക് ഉറക്കമില്ല. മറ്റപ്പുറത്ത് ആർക്കും വേണ്ടാത്ത ഒരു വിഷജന്തു അവനും പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ മുസ്ലിമുകൾ പൊയ്ക്കോ, പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോളൂ. 1996 ഒക്ടോബർ മാസം 7-ാം തീയതി മദ്രാസിലെ നിറഞ്ഞു തുളുമ്പിയ സദസ്സിന്റെ മുമ്പിൽ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം ആ സദസ്സിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഇന്ത്യ വിഭജിച്ചു കഴിഞ്ഞപ്പോ എന്നെ കറാച്ചിയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ക്ഷണിച്ചു. ഞാൻ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കറാച്ചിയിലേക്ക് പോയി. കറാച്ചിയിൽ വലിയൊരു സദസ്സിനെ ഞാൻ നേരിട്ടു. അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക്, ഒരു സമ്പന്നന്റെ വീട്ടിലേക്ക് ഞങ്ങൾ കയറി. അവിടെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ മുതലാളിമാരും വലിയ ആത്മീയ പുരോഹിതന്മാരും വലിയ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പീർ മുഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നേതാവാണ്. ആ നേതാവ് എന്നോട് പറഞ്ഞു, ഇസ്മായിൽ സാഹിബ് പറയാണ്, ആ നേതാവ് എന്നോട് പറഞ്ഞു, അല്ലയോ ഇസ്മായിൽ സാഹിബെ, നിങ്ങൾ പാകിസ്ഥാനിൽ ജീവിക്കണം, നിങ്ങൾക്ക് ഞാനൊരു വിമാനം വിട്ടുതരാം. ഈ വിമാനവുമായിട്ട് നിങ്ങൾ പാകിസ്ഥാൻ മുഴുവൻ ചുറ്റി സഞ്ചരിക്കണം. അവിടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ഞാൻ നിങ്ങൾക്ക് കൊട്ടാര പണിത് തരാം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. നിങ്ങളെ ക്ഷണിക്കാൻ ഞാൻ മദ്രാസിലേക്ക് വരാൻ പോവുകയാണ്. 2 ലക്ഷം ജനങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ ആനയിക്കാനും സ്വാഗതം ചെയ്യാനും ക്ഷണിക്കാനും വേണ്ടി മദ്രാസിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, അരുത്, നിർത്ത് നിങ്ങളുടെ സംസാരം. നിങ്ങളുടെ സംസാരം അരുത് കിടക്കുന്നുണ്ട്, നിങ്ങളുടെ സംസാരം അതിര് കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് തിരിച്ചു പറയട്ടെ, ഞാൻ ഇന്ത്യൻ മുസൽമാനാണ്. നോക്കണം, ഞാൻ ഇന്ത്യൻ മുസൽമാനാണ്. നമ്മൾ ഒരേ രാജ്യക്കാരായിരുന്നു, ഇപ്പൊ വിഭജിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇതിന്റെ ഇടയിൽ കരാറുണ്ട്. കരാറ് പാലിക്കണമെന്നാണ് എന്റെ ഹബീബ് വിളിപ്പിച്ചത്. എന്റെ
എന്റെ മതം പഠിപ്പിച്ചത് കരാറ് പാലിക്കണമെന്നാണ്. അത് നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. അത് മാത്രമല്ല, നിങ്ങൾ എന്നെ ക്ഷണിക്കാൻ വേണ്ടി 2 ലക്ഷം ജനങ്ങളുമായി മദ്രാസിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ക്ഷണിക്കാൻ വന്നാൽ വല്ലാഹി സത്യം, ഇന്ത്യയുടെ അതിർത്തിയിൽ ആദ്യം നിങ്ങളെ തടയുന്ന കരങ്ങളിൽ എന്റെ കരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ പാരമ്പര്യമുള്ള നമ്മൾ നോക്കണം. എല്ലാ ഓഫറുകളും നൽകിയിട്ട് ഇസ്മായിൽ സാഹിബ് വലിച്ചെറിഞ്ഞെങ്കിൽ ഒരു ഓഫറും നൽകാതെ ഈ മുസ്ലിം സമൂഹം മുഴുവനും തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിലേക്ക് കടക്കണമെന്ന് പറയുമ്പോ ഇക്കാലഘട്ടത്തിൽ പ്രശ്നകലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഈ അന്തരീക്ഷത്തിൽ നല്ല മക്കളെ വാർത്തെടുക്കൽ ഒരു മുസൽമാന്റെ ജിഹാദാണ്. നല്ല നന്മയുള്ള മക്കളെ വാർത്തെടുക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നേരിട്ട് പോരാട്ട വീര്യത്തിൽ ഇറങ്ങിയിട്ട് പോരാടാനുള്ള മനസ്സും തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാ ഷിആറുകളും അതേപടി പാലിച്ചുകൊണ്ട് ഇതിനെതിരെ തക്കതായ വിമർശിക്കാനും തക്കതായി പോരാടാനുമുള്ള നല്ല മക്കൾക്ക് ജന്മം നൽകൽ, ഫലസ്തീൻ ജനതയുടെ മക്കൾക്ക് ജന്മം നൽകൽ. അതേ മക്കളെ പോലെ നമ്മൾ വളർത്തിയെടുത്തില്ല എങ്കിൽ നമ്മളുടെ കുടുംബം തകരും, നമ്മളുടെ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ തകരും, നമ്മളുടെ സമുദായം തകരും, നമ്മളുടെ സമൂഹം തകരും, നമ്മളുടെ ഇന്ത്യ രാജ്യം തകരും, നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ പോലും നഷ്ടപ്പെട്ടു. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ജിഹാദ് മക്കളെ മര്യാദയ്ക്ക് വളർത്തല അല്ലേ? മര്യാദയ്ക്ക് വളർത്തല. വാപ്പാക്ക് ഉത്തരവാദിത്തമുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് പള്ളിക്ക് 100 കൊടുത്തിട്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നത് എന്തർത്ഥമാണുള്ളത്? അടിസ്ഥാനപരമായിട്ടും മക്കളുടെ എല്ലാ ഉത്തരവാദിത്തം വല്ലാഹി സത്യം നമ്മളോട് ചോദ്യം ഉണ്ടാവും. ഓരോ വാപ്പയും മനസ്സിൽ കൈവച്ചിട്ട് ആലോചിക്കണം. ഞാൻ കഴിഞ്ഞ ജുമായ്ക്കൊക്കെ പറഞ്ഞതുപോലെ എപ്പോഴും റീചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ കാഴ്ചയ്ക്കും പിതാവ് അതിനെ പ്രതിയാണ്. ഓരോ സിനിമ കാണുന്നവൻ പിതാവ് പ്രതിയാണ്. ഓരോ യൂട്യൂബിൽ കാണുന്ന അശ്ലീലതയ്ക്കും പിതാവ് പ്രതിയാണ്. നാളെ നിങ്ങൾ മരിച്ചു പോയാൽ വീണ്ടും നമ്മളും നമ്മുടെ പൈസ കൊടുത്ത് മേടിച്ച മൊബൈലിൽ ഈ മകൻ കാണുന്നത് മുഴുവനും ഖബറിൽ കിടന്ന് പ്രയാസം അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ കാലത്ത് ഏറ്റവും വലിയ ജിഹാദ് ഫലസ്തീനിലെ മക്കളുടെ ജിഹാദ് ഉണ്ടോ, അതിന്റെ ഒരു 10% നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കലാണ്. അവർ കുഞ്ഞിനെ കണ്ടതും കേട്ടതും ഇതാണ് അവരുടെ മനസ്സിലേക്ക് കയറിയത്. അതുകൊണ്ടാണ് 15 മാസം നോക്കണം, ഇടവേളകളില്ലാതെ തന്റെ തലയ്ക്ക് മുകളിലൂടെ ചീറിപ്പായുന്ന ബോംബുകളെ അവർ നേരിട്ടത് തക്ബീറിന്റെ ധ്വനികൾ കൊണ്ടാണ്. എന്നിട്ടും അവരിപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്ന് പറയട്ടെ, ചെറിയൊരു ക്യാൻസറിന്റെ ഒരു അംശം നമ്മുടെ ശരീരത്തുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താ? പിന്നെ അള്ളാനെ തള്ളിപ്പറയും. ലോകത്തുള്ള എല്ലാവരും ദുആ സ്വീകരിച്ചില്ലല്ലോ, പിന്നെ ഒന്നും ദുആ സ്വീകരിക്കുന്നുമില്ല. പിന്നെ തള്ളിപ്പറഞ്ഞ് അങ്ങനെ മുർത്തത്തായി പോയി. പക്ഷെ ഫലസ്തീൻ ജനത നോക്കണം, ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പാടാണ്. ഭക്ഷണമില്ല. അവസാനം അള്ളാഹ് അവിടെ വെടി നിർത്തിയപ്പോ ഇപ്പുറത്ത് വെടി അമേരിക്കയിൽ. സ്വർഗത്തിൽ ജീവിച്ചവന്മാർ, ജീവിതത്തിൽ ഒരിക്കലും പ്രയാസം അനുഭവിക്കാത്തവർ നോക്കണം. സമ്പന്നർ അഭയാർത്ഥികളാകുന്ന കാഴ്ച, ഭക്ഷണത്തളികയിൽ മുമ്പിലിരുന്നവർ ഭക്ഷണമില്ലാതെ ക്യൂ നിൽക്കുന്ന കാഴ്ച കാണണം. ഇതാണ് റബ്ബ് ഉണ്ട് എന്നതിന്റെ തെളിവ്. കൂടുതൽ ആയത്തോ ഹദീസോ നോക്കണ്ട, ഇത് തന്നെ നോക്കണം. ലോക പോലീസ് ഈ ലോകം മുഴുവനും മണിക്കൂറുകൾ കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കാനുള്ള സർവ്വ ആയുധങ്ങളും ഞങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് വീമ്പിളക്കിയ ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക ഇന്ന് ആ ചെറിയ കാറ്റുണ്ടല്ലോ, ആ തീക്കാറ്റുണ്ടല്ലോ, തീനെ അണയ്ക്കാൻ അവർ പെടുന്ന പെടാപ്പാടിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അല്ലാഹ് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. അതുകൊണ്ട് ഇക്കാലത്ത് ഏറ്റവും വലിയ ജിഹാദ് പഠിച്ചു വെച്ചോ, മക്കളെ നല്ലതുപോലെ വളർത്തിയെടുക്കലാണ്.